നമസ്കാരം മാഡം. ഞാൻ പ്രകാശ് അരസുവാണ്. ഞാൻ നമ്മുടെ അവിടെ എടുത്ത മെഷർമെൻറ്റ് വെച്ച് നമ്മുടെ കിച്ചണ് കുറച്ച് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സമയം എടുക്കുന്ന പരിപാടിയായിരുന്നു. കാരണം ഒരു സ്ട്രക്ചർ നിലവിലുള്ളപ്പോഴേ നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള പല അക്സസറീസസുകൾ അതിനകത്ത് കറക്റ്റായിട്ട് ഷൂട്ടാവണം. ആ ഷൂട്ടാവുന്ന സാധനം കറക്റ്റ് ഉപയോഗത്തിന് ഗുണകരവും ആവണം. അത് നമ്മൾ ഏതെങ്കിലും ഒരു സാധനം എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ട് അക്സസറീസ് കൊണ്ട് വെച്ചിട്ട് അത് പ്രയോജനമില്ല. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം തിരിച്ച് റിവൈസ് ചെയ്യേണ്ടി വന്നു. അപ്പം ഞാൻ മാഡത്തിന് ജസ്റ്റ് ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഇത് നമ്മൾ ആ ഡിസൈൻ ചെയ്ത സോഫ്റ്റ്വെയറിനകത്ത് മാഡത്തിനൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. ഇത് ഈ വോളുകൾ ഞാനൊന്ന് ഹൈഡ് ചെയ്യുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ കാണാൻ എളുപ്പമായിരിക്കും. മാഡം, ഇതാണ് നമ്മുടെ യൂട്ടിലിറ്റി യൂണിറ്റ് അല്ലെങ്കിൽ പാൻട്രി യൂണിറ്റ്. ഈ പാൻട്രി യൂണിറ്റ് നമുക്ക് താഴെ തുറന്നു കഴിഞ്ഞാൽ നടുക്കൊരു ഷെൽഫുണ്ട്. ഇതിൻ്റെ ബാക്ക് വശം സീൽഡ് ആയിരിക്കത്തില്ല, ബാക്ക് വശം ഭിത്തിയായിരിക്കും. കവർ വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാം. അവിടെ ഒരു സ്വിച്ച് വരുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ബാക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഓപ്പൺ ആക്കിയത്. ഇതിൻ്റെ ഫ്രണ്ട് വശം, സൈഡ് വശം, മേള്, താഴെ എല്ലാം ഈ പറഞ്ഞ പോലെ ഈ താഴെ എല്ലാം ഇതെല്ലാം തട്ട് കാണും. ബാക്ക് മാത്രം നമുക്ക് അവിടെ വന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഷീറ്റ് അടിക്കാം. പ്ലഗ് പോയിന്റിൻ്റെ ഇതിന് വേണ്ടിയാണ്. അപ്പം ഇതാണ് യൂട്ടിലിറ്റി യൂണിറ്റ്, അതൊന്ന്. അപ്പം മൈക്രോവേവ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള മിക്സി അതെല്ലാം ഈ സാധനം കയറും. അതായത് ഞാൻ എന്നാ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കിച്ചണിനകത്ത് സ്ഥിരം വേണ്ട സാധനങ്ങൾ മാത്രം ഇവിടെ ഉൾക്കൊള്ളിക്കുക. ബാക്കി നമുക്ക് വർക്ക് ഏരിയയും അവിടെ വേറൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്. അപ്പം മൈക്രോവേവ് ഓവനും മിക്സി ഇതെല്ലാം ഇവിടെ വന്നു. അത് കഴിഞ്ഞ് സിലിണ്ടറിൻ്റെ പോയിന്റ്. സിലിണ്ടറിന് താഴെ നമുക്ക് ഇതൊന്നുമില്ല, സ്റ്റിഫ്നർ ഇല്ല. ട്രോളിയിൽ ഇത് കയറിപ്പോകുന്നു. ട്രോളിയിൽ ഈ സാധനം നമുക്ക് കയറിപ്പോകുന്നു. ആ ഒരു രീതിയിലാണ് ഗ്യാസ് സ്റ്റവ് അവിടെ നിൽക്കുന്നത്. 2 ഡോറായിട്ടാണ് വരുന്നത്. ഒറ്റ ഡോറാണെങ്കിൽ ഒരു 45 സെൻറ്റിമീറ്ററിന് മുകളിൽ ഒറ്റ ഡോറാണെങ്കിൽ തൂങ്ങും. നമ്മളിപ്പോൾ അവിടെ വെച്ചിരിക്കുന്ന ഡോറ് തന്നെ വലിപ്പമുള്ളതല്ല. അപ്പം അത് കാരണം എപ്പോഴുമേ ഒരു 45ക്ക് മുകളിൽ നമ്മൾ എടുക്കാറില്ല. അപ്പം അതാണ് ഒരു ഭാഗം. പിന്നെ നമ്മൾ ഇവിടെ ഈ കോർണർ നമുക്ക് യൂട്ടിലൈസ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, കോർണർ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് സാധാരണ ഷെൽഫ് പോലെ നമുക്ക് ചെയ്തിടാം. 2, ഈ ഹോബിൻ്റെ ഇവിടെ നിൽക്കുന്ന കസ്റ്റമറിന് ഒരു കട്ട്ലറിയുടെ ഒരു ഡ്രോയർ, ടാൻഡം ബോക്സ് ആണ് ഈ സാധനം. ഇത് നേരത്തെ മാഡം ഉപയോഗിച്ചുകൊണ്ടിരുന്ന പോലെ വയർ ബാസ്ക്കറ്റോ അങ്ങനെയല്ല, ടാൻഡം ബോക്സ് എന്ന് പറയും. ടാൻഡം ബോക്സ് എന്ന് പറഞ്ഞാൽ അതിന് സ്ലൈഡേഴ്സ് താഴെ ആയിരിക്കും. അപ്പം കുറച്ചുകൂടെ വെയിറ്റ് കൂടുതൽ ഹോൾഡ് ചെയ്യും. അത് ഈ ഊരിപ്പോരുക എന്നുള്ള പ്രശ്നം വരത്തില്ല. അങ്ങനെ ടാൻഡം ബോക്സ് എന്ന് പറഞ്ഞ സാധനമാണ് ഈ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രോയറുകളെല്ലാം. താഴത്തേത് വലിപ്പമുള്ള ഡ്രോയർ, കുറച്ചും കൂടെ ഈ പ്ലേറ്റ് അതുമാതിരിയുള്ളതൊക്കെ ഹോൾഡ് ചെയ്യാനും. ഇതിനകത്തെല്ലാം അക്സസറീസ് വരുവേ. നമുക്ക് എല്ലാ അക്സസറീസും ഇതിനകത്ത് വരച്ചെടുക്കാൻ പ്രയാസമാണ്. അപ്പം ഇതൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. കുറച്ചുകൂടെ വലിപ്പമുള്ള ഡ്രോയർ ആയിരിക്കും താഴ്വശം. അതേപോലെ തന്നെ മേളത്തേത് കട്ട്ലറിക്ക് വേണ്ടിയുള്ളതാണ്. അത് കഴിഞ്ഞാൽ ഈ ഡോർ ഇങ്ങനെ തുറക്കുക. എന്നിട്ട് ഇത് മാജിക് കോർണർ എന്ന് പറയും. ഈ സാധനം ഫുള്ളായിട്ട് വന്നിട്ട് 2 ഇതും പുറകോട്ട് വരും. ഇതിനകത്ത് ആനിമേഷനകത്ത് ഒരു പരിധിയുണ്ട്. അത് കാരണമാണ് ഇത് ആദ്യം പുറത്തോട്ട് എടുക്കുക, വീണ്ടും ഈ ഡ്രോയർ ഫുള്ള് വരും. അങ്ങനെ മൊത്തം നമുക്ക് ഡ്രോയർ പുറത്തോട്ട് വരാൻ പറ്റും. മാഡം കണ്ടു കാണും. അപ്പോൾ അങ്ങനെ കോർണർ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഒന്ന് അതല്ലെങ്കിൽ ഇത് ഒരു 20,000 ആ റേറ്റോളം വരുന്നതാണ് ഈ അക്സസറീസ്. ഇത് നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഷെൽഫായിട്ട് മാത്രം ചെയ്യാം. അപ്പം നമുക്ക് കുറച്ചുകൂടെ കൈയിട്ട് എടുക്കാൻ ഉള്ള ഇതേ ഉള്ളൂ. ഇതാകുമ്പോൾ ഫുള്ളായിട്ട് നമുക്ക് പുറത്തോട്ട് എടുത്ത് ചെയ്യാൻ പറ്റും. ഈ കോർണർ കൊണ്ട് നമ്മൾ ഇങ്ങോട്ടായിരുന്നു ആദ്യം ഇട്ടത്. നമുക്കിപ്പോൾ ഒരു 2D പുള്ളൗട്ട് ഉണ്ടായിരുന്നല്ലോ നമ്മൾ ഇപ്പം നിലവിലുള്ളത്. അപ്പോൾ ആ 2D പുള്ളൗട്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതാണ് ഇതിനകത്തൊരു ഈ 2D പുള്ളൗട്ട് ഇപ്പം നിലവിലിരിക്കുന്ന സ്ഥലത്തും വെച്ച് തന്നെ ചെയ്യാനുള്ള രീതി വരുമ്പോഴേ നമുക്ക് ഈ കോർണർ എടുക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ കോർണർ എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഡ്രോയർ നമുക്ക് കറക്റ്റ്, നമുക്ക് എല്ലാത്തിനും കുറച്ച് വീതിയും കൂടെ വേണമല്ലോ. അപ്പം ഇത് 2D പുള്ളൗട്ട്. അത് കഴിഞ്ഞ് ഇവിടെ നമ്മൾ സിങ്കിൻ്റെ താഴ്വശത്ത് ഒരു മിനിറ്റ് വേണം, ഞാൻ
കുറച്ചും കൂടെ മനസ്സിലാവുന്ന രീതിയിൽ. അപ്പോൾ ഇതുപോലെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ വേസ്റ്റ് ബിന്ന് വരും. അതേപോലെ തന്നെ ഇവിടെ ഡിറ്റർജൻറ്റിൻ്റെ റാക്ക് വരും. അപ്പം നമുക്ക് ഹോബിൻ്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ കുക്കിംഗ് റേഞ്ചിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നതൊക്കെ കട്ട്ലറി ഉണ്ട്, പാത്രങ്ങൾ, പ്ലേറ്റ് ഹോൾഡേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ കോർണറിൽ നമ്മുടെ ഇത് യൂട്ടൻസിൽസും അതേപോലെ തന്നെ കണ്ടെയ്നേഴ്സും വെക്കാനുള്ള സൗകര്യമുണ്ട്. എണ്ണ ബോട്ടിൽ അതുമാതിരിയുള്ള വെക്കാനുള്ള ഇതുണ്ട്. സിങ്കിൻ്റെ ഇവിടെ ഡിറ്റർജൻറ്റിൻ്റെ ഒരു ഇത് വരും, ഡിറ്റർജൻറ്റ് വെക്കാൻ. അതേപോലെ തന്നെ ഈ ഡോറ് തുറന്ന് നമുക്ക് ഇങ്ങനെ വേസ്റ്റ് ബിന്നും എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഒരു സ്മോൾ ഡ്രോയർ, പിന്നെ ലാർജ്, പിന്നെ 2 മീഡിയം ടാൻഡം ബോക്സ്. ഇതും ബിന്നുകൾ വെക്കുക എന്ന ഉദ്ദേശത്താണ്. പിന്നെ വിക്കർ ബാസ്ക്കറ്റ്. ഈ വിക്കർ ബാസ്ക്കറ്റ് എന്താണെന്ന് പറഞ്ഞാൽ കിഴങ്ങ്, സബോള അതുമാതിരിയുള്ള സാധനങ്ങൾ അടച്ചു വെച്ചാൽ നമുക്ക് ഇതായി പോകുന്ന പോലത്തെ സാധനങ്ങൾ. അപ്പം ഇത്രയും ഇതാണ് നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ബാക്കി നമ്മുടെ സെക്കൻഡ് ഏരിയയും അതേപോലെ തന്നെ വർക്ക് ഏരിയയിൽ ഇതിനകത്ത് അക്സസറീസ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് അതിനകത്ത് വലിയ കാര്യമില്ല. അത് സ്കെച്ച് വരയ്ക്കേണ്ട കാര്യമില്ല. ഇതെന്തിനാണ് വരയ്ക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഈ കറക്റ്റ് മെഷർമെൻറ്റിൽ ഇത് കയറുമോ, ഇത് കയറിയാൽ നമുക്ക് ഉപയോഗപ്രദമാണോ, ഇങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടിയാണ് ഇത് വരയ്ക്കുന്നത്. അപ്പം ഈ അക്സസറീസ് ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കുറച്ചും കൂടെ എളുപ്പമാണ്. എന്താണേലും അവിടെ ഇപ്പം ഓൾറെഡി 4 ഡ്രോയർ, 2D പുള്ളൗട്ട് എല്ലാം ഉള്ള കാരണം നമ്മൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാൻ ഒരു മിനിമം സ്ഥലം വേണം. അപ്പം ഇതിൻ്റെ ബഡ്ജറ്റ് ഞാൻ മാഡത്തിന് ഇപ്പോൾ തന്നെ അയച്ചു തരാം. ഒരു 12 മണിക്ക് മുമ്പായിട്ട് കിട്ടും. ഓക്കെ മാഡം, താങ്ക് യു.